ഒരു OBD സ്കാനറാണ്. ഇതിനെപ്പറ്റി അന്വേഷണം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിന് മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ എൻജിൻ ലൈറ്റ് കത്തി. അപ്പോൾ സാധാരണപ്പെട്ട കാറിനെപ്പറ്റി വലിയ പിടുത്തമില്ലാത്ത മലയാളികളുടെ പോലെ തന്നെ എൻജിൻ ലൈറ്റ് കത്തി എന്താണ്ട് ഭയങ്കര പ്രശ്നമാണെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. സംഭവം ഫ്രീ ആണ്. അതാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം. ഇത് ഫ്രീ ആണ്. ഹനോണ്ട എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത്. ഒരു 1.5 മാസത്തോളം എടുക്കും കേട്ടോ. ഫ്രീ അല്ലേ, 1.5 മാസത്തോളം എടുത്താണ് അവർ അയച്ചു തരുന്നത്. ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളറിയണ ആളുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ആളുകൾ എടുത്തിട്ടിരിക്കൂലേ. അപ്പോൾ വീഡിയോ പറയണതായിട്ട് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകളുടെ കാശും പോയി നമ്മുടെ 251 രൂപയുടെ ഫോൺ മേടിച്ച പോലെ ആവില്ല അവസാനം. അതേപോലെ ഇത് ഇന്നലെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത് ചെയ്യണത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ലിസ്റ്റിൻ. ഒരു വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് യൂട്യൂബിൽ. അപ്പം അങ്ങനെ വന്നോന്ന് വിചാരിച്ചല്ല, ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ചെറിയൊരു ഡിവൈസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കാറുമായിട്ട് സംബന്ധപ്പെട്ടൊരു ഡിവൈസാണ്. ഒരുപാട് മിക്കവർക്ക് അറിയാൻ പറ്റും. ഞാനപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഞാൻ വരണമെന്ന് വിചാരിച്ചല്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിജോ ചേട്ടന് ഇത് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് നീ ഒരെണ്ണം ചെയ്തു നോക്ക്, നമുക്ക് ശരിയായില്ലെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി കഴിയുന്നത് ഞാനിത് ചെയ്യാനായിട്ട് പുള്ളി ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാനാണ്. ശരിയാകുമോ ഇല്ലയെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പം ശരിയായില്ലെങ്കിൽ ഇനി പുള്ളി ഇതിപ്പോൾ യൂട്യൂബിൽ ഇടണമെങ്കിൽ ശരിയായില്ലെങ്കിൽ പുള്ളി പറഞ്ഞ കളയരുത്, എന്താണ് ശരിയാകാത്തതെന്ന് താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം. കൂടുതൽ ഡിവൈസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഡിവൈസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ സംഭവം വരുന്നില്ല. ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം തുടങ്ങി. ഇതൊരു കാറിൻ്റെ നമ്മുടെ OBD സ്കാനറാണ്. എന്താ ഒരു OBD സ്കാനറാണ്. ഇതിനെപ്പറ്റി അന്വേഷണം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിന് മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ എൻജിൻ ലൈറ്റ് കത്തി. അപ്പോൾ സാധാരണപ്പെട്ട കാറിനെപ്പറ്റി വലിയ പിടുത്തമില്ലാത്ത മലയാളികളുടെ പോലെ തന്നെ എൻജിൻ ലൈറ്റ് കത്തി എന്താണ്ട് ഭയങ്കര പ്രശ്നമാണെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, എൻജിൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണത്? കാറിനെപ്പറ്റി ഒരു സാധാരണ അറിവ് മാത്രമുള്ള ഒരാൾ എന്താ ചെയ്യണം? വണ്ടി സൈഡ് ഒതുക്കും. വണ്ടി സൈഡ് ഒതുക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. പിന്നെന്താ ചെയ്യണത്? ടെൻഷൻ അടിക്കും. അപ്പോൾ അതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കാർ ഓടിക്കാൻ അറിയാന്നല്ലാണ്ട് കാറിനെ പറ്റി വലിയതായിട്ട് കാര്യങ്ങൾ അറിയാൻ പാടില്ലേ. കാറിന്റെ ഇലക്ട്രിക് ചെയ്യും, അല്ലാതെ കാറിന്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അനിയച്ചാരെ വിളിച്ചു ചോദിച്ചു നോക്കി. പുള്ളിക്ക് കാറിനെ പറ്റിയൊക്കെ നല്ല നോളജാണ്. പുള്ളിനെ ഇപ്പം നമുക്ക് ലൈവ് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം പുള്ളി ഇപ്പം അതിന് പറ്റിയൊരവസ്ഥയിലല്ല. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, ഓടിച്ച് നോക്കെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പ്യൂഷോന്റെ കാറാണ്. അപ്പോൾ പ്യൂഷോന്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു. അവർ കാർ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു കാർബറേറ്ററിന്റെ കുഴപ്പമാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ച് തിരിച്ചു വിട്ടു. എന്തായാലും അവർ ആ ലൈറ്റിന്റെ കോഡ് ക്ലിയർ ചെയ്ത് തന്നു. ഇത് എറർ കോഡ് വരുമ്പോഴാണ് ഇത് വരുന്നതെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിനൊരു OBD സ്കാനർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇതിൽ കുത്തിക്കഴിഞ്ഞ് മൊബൈലിൽ ഒരു ആപ്പ് വെച്ച് നമുക്ക് ഈ എറർ കോഡ് എന്താണെന്ന് അറിയാൻ പറ്റും, അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതങ്ങനെ ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള എറർ കോഡ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് വിടുന്നത് മണ്ടത്തരമാണ്. ഇപ്പൊ നമ്മൾ പാരസെറ്റമോൾ കഴിച്ച് പനി മാറ്റുന്ന പോലെയാണ്. അതിന്റെ പുറകിലൊരു കാരണം ഉണ്ടാവും, അത് മാറ്റണം. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെന്താണെന്ന് നമുക്കറിയണമല്ലോ. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആമസോണിൽ കയറിയ ഒരു OBD സ്കാനർ ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിവ് കിട്ടിയത്. ഇതല്ല ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് വേറെ ഒരു ഹണിവെല്ലിന്റെ ഗാർഡിനേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനമാണ്. ഇതാണ് ബേസിക്കലി ഒരു OBD സ്കാനർ. അപ്പോൾ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഒരു അറിവ് കിട്ടി. അങ്ങനെ അറിവ് കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് സംഭവം ഫ്രീ ആണ്. അതാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം. ഇത് ഫ്രീ ആണ്. ഇതിന് നമ്മൾ $8 ഷിപ്മെന്റ് കൊടുക്കണം. പേപ്പാൽ വഴിയോ വല്ലതും കൊടുത്താൽ മതി. ഹനോണ്ട എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത്. ഇനി അതിൽ കയറി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ €8 ഷിപ്മെന്റ്, $8 ഷിപ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് ഒരു 1.5 മാസത്തോളം എടുക്കും കേട്ടോ. ഫ്രീ അല്ലേ, 1.5 മാസത്തോളം എടുത്താണ് അവർ അയച്ചു തരുന്നത്. അപ്പം ഞാനതുപോലെ ഓർഡർ ചെയ്തു. അപ്പം എനിക്കത് അറിയാൻ പാടില്ല, ഇത് വരുമോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ബിജോജനോട് പറയാൻ ഇത്രയും വൈകിയത്. കാരണം ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളറിയണ ആളുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ആളുകൾ എടുത്തിട്ടിരിക്കൂലേ.
അപ്പം വീഡിയോ പറയണായിട്ട് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകളുടെ കാശും പോയി നമ്മുടെ 251 രൂപയുടെ ഫോൺ മേടിച്ച പോലെ ആവില്ല അവസാനം. അതേപോലെ ഇത് ഇന്നലെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത് ചെയ്യണത്. സാധനം വേറൊന്നുമില്ല, ഞാനിത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബോക്സ്. ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഇങ്ങനൊരു ഇതാണ് വരുന്നത്. ഇങ്ങനെ 2 ഡിവൈസാണിത്. അത് കുഴപ്പമില്ല. ഇത് 2 പീസായിട്ട് വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കഷ്ണം വരും. ഇത് നമ്മുടെ കാറിന്റെ OBD പോർട്ടിൽ കുത്തുക. OBD പോർട്ട് ഞാൻ കാണിച്ചു തരാം. OBD പോർട്ട് മിക്കവർക്കും അറിയായിരിക്കും, ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പൊ അതിന്റെ പേരിൽ അറിയാത്തവർക്ക് വേണ്ടി എന്നെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ വരുന്ന ചെറിയ പീസ്, ഈ കവറും ഇതും വേറെ വേറെ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില OBD പോർട്ടുകൾ ഇത്തിരി ടൈറ്റ് സ്പേസിലായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ടൈറ്റ് സ്പേസിലുള്ളത് നമ്മൾ ഈ കവർ കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡിവൈസ് ആണെങ്കിൽ എന്റെ കാറിന്റെ OBD പോർട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാറിന്റെ ആ ഷട്ടർ അടയ്ക്കാൻ പറ്റില്ല, വലുതല്ലേ. അപ്പൊ അതിനെ അപേക്ഷിച്ച് ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും. അതിനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറുതാണ്, കണ്ടോ. അപ്പൊ അതുകൊണ്ട് ഈ സാധനം നമ്മൾ എനിക്കിപ്പോ ഇത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, കവർ വെച്ച് അടയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കവർ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മള് ബെയർ ഹാൻഡ്സ് കൊണ്ട് ഇതിൽ തൊടാതെ, സർക്യൂട്ടിൽ മാക്സിമം തൊടാതിരിക്കുക. കാറ് പ്രത്യേകിച്ച് എഞ്ചിൻ ഓണായി കിടക്കുമ്പോൾ ഇതുമ്പോൾ തൊടാതിരിക്കുക. അപ്പൊ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു മൊബൈല് ആപ്പ് ഉണ്ട്, സൂസ് ZUS ഉണ്ടോ. അപ്പൊ സൂസിന്റെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. അപ്പൊ OBDയുടെ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ സാധാരണ ചില കാറുകളിൽ ഈ സ്റ്റിയറിംഗ് വീലിന്റെ അടിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ ഈ ഏതെങ്കിലും ഒരു പാനൽ കണ്ടോ. ഈ പാനൽ ഏതെങ്കിലും ഒരെണ്ണം തുറക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഇതിരിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്റെ കാറിനെ സംബന്ധിച്ച് ഈ ഗ്ലൗ ബോക്സ് തുറന്നിട്ട് ഈ പാനൽ ഇവിടെ ഒരു ഹുക്കുണ്ട്, ഇതെ പിടിച്ച് എന്നെ വലിക്കുക. അപ്പൊ ഈ കാണുന്നതാണ് OBD പോർട്ട്. അപ്പൊ ഈ സാധനം ഇതിന്റെ കുത്തുമ്പോൾ ഇതിന്റെ പൊളാരിറ്റി നോക്കണം. നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് അല്ല, ഈ ഇടത്തോട്ടൊരു പിന്ന് ചെറുതായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണ്. അപ്പൊ ആ തള്ളി നിൽക്കുന്ന പിന്ന് ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു പ്രൊജക്ഷൻ കണ്ടോ, അതേല് അലൈൻ ചെയ്ത് വരേണ്ടത്. അപ്പൊ ഇത് ഇങ്ങനെ മാക്സിമം ടച്ച് ചെയ്യാതെ നോക്കുക. വണ്ടി ഓഫായി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിൽ തന്നെ പരമാവധി ടച്ച് ചെയ്യാതെ നോക്കുക. ഉണ്ടോ, അത് കുത്തുമ്പോൾ തന്നെ ലൈറ്റ് കത്തും. റെഡ് ലൈറ്റ് ആദ്യം തന്നെ കത്തും. നമ്മുടെ ബാറ്ററി ആയിട്ട് OBD പോർട്ടിന് എപ്പോഴും കണ്ടിന്യൂസ് കണക്ഷൻ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം ഇപ്പൊ എന്റെ സംബന്ധിച്ച് ഈ ഫ്ലാപ്പ് കൃത്യമായിട്ട് അടയും. ഈ സൈഡിൽ ചെറുതായിട്ട് അടയാത്തത് അതിന്റെ പിന്നൊടിഞ്ഞിരിക്കാനാണ്. ഉണ്ടോ, ഇതപ്പോൾ ചേർന്നിരുന്നോളും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കവർ വെച്ച് കഴിഞ്ഞാൽ അടയൂലെന്ന് പറഞ്ഞില്ലേ. കവർ വെച്ചാൽ ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും. ഇത് ക്ലിയർ അല്ല എന്ന് അറിയാം, പക്ഷെ ഇപ്പൊ വേറെ നിവർത്തിയില്ല, പുറത്തിറങ്ങിയൊന്നും ചെയ്യാൻ പറ്റില്ല. കവർ വെച്ചാൽ പുറത്തോട്ട് തള്ളി നിൽക്കും. അപ്പോ ഇതടയില്ല, ഇത്രയും വരെ വരുള്ളൂ. അങ്ങനെയുള്ളതിന് വേണ്ടിയാണ് കവർ വെക്കാത്തതെന്ന് തോന്നണം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റുകൾ പല പല കളറിൽ കത്തുമെന്ന് പറഞ്ഞില്ലേ. ഇത് കാറ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു സീനാണിത്. അപ്പൊ എന്തായാലും കവർ വെച്ചില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നും എനിക്ക് തോന്നണില്ല. ഇത് നമുക്ക് ഇനി ഇതിങ്ങനെ അങ്ങനെ അടച്ചു വെക്കാം, കൃത്യമായിട്ട് അടഞ്ഞിരുന്നോളും. പക്ഷെ ആ കവർ അടച്ചു വെക്കാനായിട്ടില്ല, ഈ സാധനം കൂടി വെക്കണം. ഇത് വെച്ചില്ല, മറന്നുപോയി. എനിക്ക് എപ്പോഴും ഉള്ളതാണ്, എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുറച്ച് സ്പെയർ ബാക്കി വരും. അതങ്ങനെ അടച്ചു വെച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. ഇനിയുള്ള കാര്യം മൊബൈലിന്റെ ആപ്പാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ റണ്ണിങ്ങിലുള്ള ഡാഷ്ബോർഡ്. ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുമ്പോൾ ഉള്ള ഡാഷ്ബോർഡ് കണ്ടല്ലോ. റണ്ണിങ്ങിലുള്ള ഡാഷ്ബോർഡ് ഇതാണ്. നമ്മുടെ ഇതൊക്കെ മാറുന്നതാണ്, റെവല്യൂഷനും സ്പീഡൊക്കെ മാറുന്നതാണ്. ഇത് കറക്റ്റ് മീറ്ററുമായിട്ട് കറക്റ്റ് സിങ്കിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഈ 92 എല്ലാവരും കാണിക്കാൻ നേരത്ത് കറക്റ്റ് സിങ്കിൽ തന്നെയാണ് പോകുന്നത്. വേറെ അങ്ങനെ ലാഗൊന്നും വരുന്നില്ല, കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അത് സ്പീഡിൻ്റെ കാറ്റിൻ്റെ ആയിരിക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ റണ്ണിങ് സ്ക്രീൻ. RPM എല്ലാം ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയുടെ മീറ്ററും ഇതുമായിട്ട് കറക്റ്റ് ഏകദേശം സിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആ താഴെ കാണിക്കുന്ന വരയൊക്കെ
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താഴ്ത്ത് കാണിച്ചേക്കുന്ന വരകൾ 3-4 വര എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് സാധനം കറക്റ്റ് സിങ്കായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാനിത് ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഇതൊക്കെ നോക്കണത്. സാധനം കുഴപ്പമില്ല. അപ്പോൾ വിചാരിക്കണ്ടാവും ഇവൻ പറഞ്ഞു തുടങ്ങിയത് കാറിൻ്റെ എന്താണ് ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുന്ന കാര്യത്തിനെ പറ്റിയല്ലേ. ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇതിപ്പോൾ കാറിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ അല്ലേ, അതിനുള്ളതാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ റീസ്കാൻ, ഇത് ഞാൻ സ്കാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. റീസ്കാൻ കൊടുക്കുക. അപ്പോൾ അത് സ്കാനിങ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ സ്കാനിങ് ചെയ്ത് ഈ ഓരോ സിസ്റ്റവും അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണിക്കും. ഇത് നോക്കിപ്പോൾ ഒരുവിധപ്പെട്ട സകല സിസ്റ്റവും ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നുമില്ല. മീൻസ് സിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്നേ. ഈ ടയർ പ്രഷറൊക്കെ നമ്മൾ മങ്ങി കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സെൻസർ കാശ് കൊടുത്ത് ഇവരുടെ നിന്ന് മേടിച്ച് വെക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കാറിൻ്റെ അകത്തുള്ള സിസ്റ്റംസ് ചെക്ക് ചെയ്ത് നോ ഇഷ്യൂ ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചാണ്ട. ഈ ബാക്കപ്പ് ക്യാമറ, സെൻസർ, സ്ലോ ലീക്ക് ഡിറ്റക്ഷൻ, ടയർ പ്രഷർ, ബാറ്ററി ഹെൽത്ത്, ബാറ്ററി വോൾട്ടേജ്, ഇത്രയും സാധനങ്ങൾ ബ്ലർ ഇതായിട്ട് കാണിച്ചേക്കുന്നത്, ഗ്രേ ആയിട്ട് കാണിച്ചേക്കുന്നത്, ഇതിൻ്റെയൊക്കെ സെൻസർ ഇവരുടെ നിന്ന് വാങ്ങിച്ച് വെക്കണം. അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കാറിൻ്റെ പാർട്സ്, ഗിയർ ബോക്സ് സ്കാൻ ചെയ്തു, കമ്പ്യൂട്ടർ ഔട്ട്പുട്ട്, സ്പീഡ് കൺട്രോൾ, ഇഗ്നീഷൻ, എമിഷൻ കൺട്രോൾ, ഫ്യൂവൽ കൺട്രോൾ, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇതിലൊക്കെയാണ് ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരുന്നതിൻ്റെ കാരണം ഇരിക്കാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ നമ്മുടെ ബ്രോ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ എറർ കാണിക്കും. ആ എററുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ആ കോഡ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഇറേസ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ബട്ട് വണ്ടി സ്മൂത്തായിട്ട് ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളയരുത്. അപ്പോൾ അതാണ് ഈ സാധനം. അപ്പോൾ ഈ എറർ കോഡ് ക്ലിയർ ചെയ്യുന്നത് നമുക്ക്, എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ആ ലൈറ്റ് കത്തി കാണിച്ചെങ്കിലും വണ്ടി സ്മൂത്തായിട്ട് ഓടണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഇതിന് ചെയ്തത്. എറർ കോഡ് എന്താണെന്ന് നോക്കണം. നമുക്കൊരു നമ്പറായിരിക്കും കാണിക്കണം, അവർ ഏതെങ്കിലും ഒരു ആൽഫബറ്റും പിന്നെ കുറച്ച് നമ്പറൊക്കെ ആയിരിക്കും കാണിക്കണത്. അത് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ എറർ കോഡെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. നമുക്ക് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും മിനിമം ആ കടക്കാരൻ പറഞ്ഞാൽ ശരിയാണെന്നെങ്കിൽ അറിയാം. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ്, ഇത് സമാധാനമായിട്ടിരിക്കാമല്ലോ. എന്താണ് ഈ സംഭവം എന്ന് ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ പലർക്കും എറർ കോഡ് കണ്ടു കിടക്കാൻ നേരത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കാൻ ഒരു സമാധാനക്കേടായിരിക്കുള്ളൂ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സാധനം നല്ലതായിരിക്കും. ഇതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്ത് മാറ്റാൻ പറ്റില്ല, എന്ന് ഡയഗ്നോസ് ചെയ്യാനേ പറ്റുള്ളൂ. ആ കോഡിൽ ആ ലൈറ്റ് കെടുത്തി കളയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് കാണിക്കുന്നെങ്കിൽ എറർ കോഡ് ക്ലിയർ ചെയ്ത് ഓടിച്ചുകൊണ്ട് കിടക്കുന്നത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഞാനത് വീണ്ടും പറയാനാണ്, എറർ കോഡ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ എഞ്ചിന്റെ എന്തെങ്കിലും മേജർ ഇഷ്യൂ ഒക്കെയാണ് ആ കാണിക്കുന്നത് എറർ കോഡ് കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും അതല്ലെങ്കിൽ കാറിന്റെ റണ്ണിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതായിരുന്നു, കാറ്റലറ്റിക് കൺവെർട്ടറിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പൊല്യൂഷൻ കുറക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പൊല്യൂഷൻ കുറക്കുക എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റാത്തതിന്റെ പേരിൽ ഞാൻ നോക്കിയപ്പോൾ എഞ്ചിന് വേറെ റണ്ണിങ്ങിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു കോഡ് കൊണ്ട് എഞ്ചിനും കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ 2 ദിവസം കൂടി ഓടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം വന്നത്. ഞാനതിന് പ്യൂഷോ കൊണ്ട് കാണിച്ചു. പ്യൂഷോ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും കുഴപ്പമിന് വരികയാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടി കാണിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ വണ്ടി കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നടന്നത്. ഒരിക്കലും വരുന്ന എറർ കോഡുകൾ ക്ലിയർ ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിട്ട് വരാൻ വഴിയുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമുക്ക് എറർ കോഡ് എന്താണെന്ന് അറിയുക. അത് കഴിഞ്ഞിട്ട് ഡേഞ്ചർ ആണെങ്കിൽ നമുക്ക് കൊണ്ടേ കാണിക്കണം. ഇപ്പം എല്ലായ്പ്പോഴും നമുക്ക് ഡീലർഷിപ്പിൽ റെഡി ആയിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കുത്തി നോക്കാം കാര്യങ്ങൾ എന്താണെന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ള സ്ക്രീൻസ് കാണിച്ചില്ല അതിൻ്റെ അകത്ത്, നമ്മുടെ കാറിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ടയർ പ്രഷറൊക്കെ സെൻസർ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു സംഭവം നോക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ച ഈ സാധനം 25 യൂറോയാണ്. ഇപ്പം ഈ സംഭവം ഞാൻ ആമസോണിൽ കയറി നോക്കിയപ്പോൾ 54 യൂറോയ്ക്കാണ് ഇത് ഇവർ വിൽക്കുന്നത്. 54 യൂറോയ്ക്ക് വിൽക്കുന്നത്. ഇനി ഒരു 3 ദിവസവും കൂടിയേ ഇത് ഉള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. അർജന്റ് ആയിട്ടുള്ളവർ ഇതും കാത്തിരിക്കാതിരിക്കുക. ഒരു 1.5 മാസത്തോളം എടുക്കും വരാനായിട്ട്. നമ്മൾ ഓർഡർ ചെയ്ത് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ട്രാക്കിംഗ് നമ്പർ കിട്ടും. ഞാനത് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഇതിന് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് ഇത്തിരി പയ്യെ വരുള്ളൂ. ഫ്രീ ഷിപ്മെന്റ് ആയത് കാരണം കുറച്ച് പയ്യെ വരുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. പിന്നെ എന്താണ് വീഡിയോ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണത്. ഞാൻ മുടിയൊക്കെ ഇരിക്കണുണ്ടോ? അതെ, ഇതൊക്കെ ലോക്ക്ഡൗൺ എഫക്റ്റ് ആണ്. ഇതിനേക്കാളും നല്ല എഫക്റ്റുള്ള ഒരുപാട് പേര് കമ്പനിക്കാർ ഞാനിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കണ്ട്.
പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ബ്രോ ഇല്ലേ, പുള്ളിയുടെയൊക്കെ ലോക്ക്ഡൗൺ എഫക്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വെട്ടിക്കൊണ്ട പോലെ ഇരിക്കും. അപ്പം ആ ജാതി സീനാണ്. അപ്പം ഇത് കാര്യം നോക്കണ്ട. ഞാനതാണ് ആദ്യം പുള്ളിനോട് ബിയോച്ചനോട് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ചെയ്യണില്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റുള്ളൂ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്ന് ഉറങ്ങി എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ എഫക്റ്റും കൂടി ആകാൻ നേരത്ത്, എല്ലാം കൂടി ആകാൻ നേരത്ത് കാണുന്നതും പേടിച്ചു പോലെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനില്ല എന്ന് പറഞ്ഞത്. പിന്നെയും പുള്ളി പറഞ്ഞ്, പുള്ളിയുടെ ഇൻസ്പിറേഷനാണ് കേട്ടോ, അല്ലെങ്കിൽ ചെയ്യൂലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി വിളിച്ചായിരുന്നു, വീഡിയോ ഇനി ഇവൻ പരിപാടി വിട്ടതാണോ വീഡിയോ ചെയ്യാൻ വയ്യുന്നതാണോ എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ വിളിച്ചായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ അറിയാവുന്നത് പറഞ്ഞുതരാം, അറിയാൻ പാടില്ലാത്തത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇനി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളയരുത്, പറഞ്ഞാൽ മതി എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. പ്രൊഡക്ട്സ് കുറച്ച് ഒരു അടുത്ത ആഴ്ച വേറെ 2-3 പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആരെങ്കിലും കളിയാക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്പോൾ വീണ്ടും കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, ബൈ.